പ്രശാന്ത് ഏട്ടാ, ഈ ഇസ്രായേൽ ഇറാൻ സംഘർഷം ഉണ്ടായ ശേഷം ഇസ്രായേലിലേക്ക് 181 മിസൈലുകൾ അയച്ച ശേഷം ഇസ്രായേൽ ലെബനനിലോട്ടുള്ള അടിയുടെ വെയിറ്റ് കൂട്ടിയിരിക്കുകയാണ്. ലെബനനിലോട്ട് മാത്രമല്ല അടിക്കുന്നത്, ഹിസ്ബുള്ളയെ മാത്രമല്ല അവർ തകർക്കുന്നത്. നമ്മൾ കേട്ടല്ലോ, 26 ഗ്രാമങ്ങൾ ഇസ്രായേൽ ഇതിനോടകം തന്നെ പിടിച്ചെടുത്തിട്ട് അവിടെയുള്ള ജനങ്ങളോടൊക്കെ ഒഴിഞ്ഞു പോകാനായിട്ട് നിർദ്ദേശം കൊടുത്തു. ലക്ഷക്കണക്കിന് ആൾക്കാർ ഓരോ ഭാഗത്തുനിന്ന് ഒഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും, അതിർത്തിയിൽ നിന്ന് 1000 കിലോമീറ്ററുകൾ അകത്ത് വരെ കരയുദ്ധത്തിലൂടെ അവർ കയറി കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ കരയുദ്ധത്തിലൂടെ കയറുമ്പോൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പല രാജ്യങ്ങളും ഇപ്പോൾ കരയുദ്ധമൊന്നും നടത്താറില്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത് ഇസ്രായേൽ അതിർത്തിയിൽ കരയുദ്ധം തുടങ്ങിയെന്നാണ്. പക്ഷേ കരയുദ്ധം യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമായിട്ട് തുടങ്ങിയുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ ടാങ്കുകളൊക്കെ ഉരുണ്ട് തുടങ്ങും അകത്തോട്ട്. ഈ ഉരുണ്ട് തുടങ്ങുന്ന ടാങ്ക് ഇപ്പോൾ 1000 കിലോമീറ്റർ ലെബനനകത്ത് വന്ന് ഈ ടാങ്ക് കിടന്നാൽ പിന്നെ ഈ ടാങ്ക് തിരിച്ച് ഇസ്രായേലിലോട്ട് വരാൻ ഒരുപാട് നാളെടുക്കും. ചിലപ്പോൾ വന്നില്ല എന്ന് അവിടെ തന്നെ കിടക്കും അത്. അപ്പോൾ അവിടെ തന്നെ കിടക്കും. അതുകൊണ്ടാണ് ഈ കരയുദ്ധത്തെ എല്ലാവരും അതിഭീതി. ഇപ്പോൾ റഷ്യ തന്നെ നമ്മുടെ യുക്രൈനിൽ കരയുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. യുക്രൈൻ്റെ അതിർത്തികളെല്ലാം റഷ്യ പിടിച്ചെടുത്ത് കഴിഞ്ഞു. എല്ലായിടത്തും റഷ്യ പിടിച്ചെടുത്ത് ടാങ്കുകളും സൈനികവും എല്ലാം. ഇനി അത് തിരിച്ചു വരണമെങ്കിൽ ചിലപ്പോൾ ലോക രാജ്യങ്ങൾ തന്നെ മുഴുവനായിട്ട് ഇന്ന് ചർച്ച ചെയ്യേണ്ടി വരും. ആ ടാങ്ക് അവിടെ നിന്ന് നിർത്തുകൊണ്ട് പോടെ എന്ന് പറയാം. അതുകൊണ്ടാണ് ഈ കരയുദ്ധം എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഹിസ്ബുള്ള ഉണ്ടല്ലോ, ഹിസ്ബുള്ളയുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന യമനിലെ ഹൂതികൾക്കും അടി നല്ലപോലെ കിട്ടുന്നുണ്ട്. അമേരിക്ക ഇപ്പോൾ സജീവമായിട്ട് ഇതിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അമേരിക്ക അവിടെ സൈനിക വിന്യാസം നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക ഖത്തറിൽ 13,000 സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. പിന്നെ അമേരിക്ക ബഹ്റൈനിലും സൗദിയിലും 7,000 പേരെ വിന്യസിച്ചിട്ടുണ്ട്. സിറിയയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പിറകെ ബ്രിട്ടനും കൂടെ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ബ്രിട്ടനും അമേരിക്കയും കൂടെ ചേർന്നാണ് യമനിൽ കയറി മാസ് വ്യോമാക്രമണം നടത്തി അവിടെയുള്ള ഹൂതികൾക്ക് പണി കൊടുത്തിരിക്കുന്നത്. എന്തോ തോന്നുന്നു, അമേരിക്ക സമ്പൂർണ്ണമായിട്ട് യുദ്ധത്തിലോട്ട് ഇറങ്ങിയോ? ഇത് ആദ്യം ഒരു കാര്യം പറയും, ഈ ചാണക്യൻ സൂത്രത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, തലയ്ക്ക് വെളിവുള്ളവന്, സ്ഥിരബുദ്ധിയുള്ളവന്, പൂർണ്ണ ആരോഗ്യമുള്ളവൻ മാത്രമേ രാജ്യം ഭരണം നടത്താവൂ. എൻ്റെ അർത്ഥം, ഇപ്പം ഇറാൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ തലയ്ക്ക് വെളിവില്ലാത്ത ഒരു വൃദ്ധൻ, കടൽ കിഴവൻ കയറി ഇരുന്ന് ജൽപ്പനങ്ങൾ നടത്തുകയാണ്. അയാൾ കഴിഞ്ഞ ദിവസം ഒരു തോക്കെടുത്ത് അയാൾക്ക് പിടിക്കാനൊക്കത്തില്ല, അതും എടുത്ത് സൈഡിൽ വെച്ചുകൊണ്ട് 5 കൊല്ലത്തിന് ശേഷം വെളിയിലിറങ്ങി, സ്ക്രീനിൽ കൂടെ ആണോ ഡയറക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല, വെളിയിൽ വരുന്നത് അദ്ദേഹം ജനങ്ങളെ അഭിസംബോധന ചെയ്തു. വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് ശേഷം ലോകത്തുള്ള മൊത്തവും മുസ്ലിങ്ങളെയും അഭിസംബോധന ചെയ്തു, നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ബാക്കിയുള്ള മുസ്ലിങ്ങളെല്ലാം പറഞ്ഞു പോടാ എൻ്റെ പാട്, അല്ലെങ്കിൽ നീ എൻ്റെ പണി നോക്കിപ്പോന്ന് പറഞ്ഞു. അപ്പം ഇതിന് ശേഷമാണ് ലെബനിൽ തീർത്തടിക്കുക, ഒരു മയമില്ലാതെ. കാരണം ഞങ്ങൾ ഇസ്രായേലിനെ ഇനി ആക്രമിക്കും, ഞങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ യുദ്ധം ചെയ്യും, അല്ലെങ്കിൽ ഹമാസ് ചെയ്തൊക്കെ ശരിയാണ് എന്നുള്ള രീതിയിലുള്ള വ്യാഖ്യാനം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അയാൾ എല്ലാത്തിനെയും പ്രൊമോട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതുവരെ ആരും ഹമാസിൻ്റെ കാര്യത്തിനകത്ത് ആരും അഭിപ്രായം പറഞ്ഞില്ലെങ്കിലും ഹമാസ് ചെയ്തത് ശരിയാണെന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം ശരിയാണ്, ഇനിയും ചെയ്യും എന്നുള്ള രീതി പറഞ്ഞ ശേഷം ലെവലിലേക്ക് ഒരു തീർത്തടിച്ചു. അപ്പം ഇതിനകത്ത് ഈ അടുത്ത വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഹൂത്തികളല്ലേ. ഹൂത്തികൾ എല്ലാവിടെ പോയൊരു ഓലപ്പടക്കം എടുത്ത് എറിഞ്ഞായിരുന്നല്ലോ. അതിനുശേഷം അവിടെ കയറി ഒരു അടി അടിച്ചതിന് തിരിച്ചിങ്ങോട്ട് വന്ന് ഹമാസിൻ്റെ അവിടെ നിൽക്കുക. ഈ ഹമാസിനല്ല, ഹിസ്ബുള്ളയുടെ അടുത്ത് നിൽക്കുകയാണ്. ഹിസ്ബുള്ള തീർത്ത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പം അമേരിക്കയുടെ ഇലക്ഷനും അല്ലെങ്കിൽ അമേരിക്ക ഇപ്പം ഹൂത്തികളെ അടിച്ചുകൊണ്ടിരിക്കുക. ഇതിനകത്ത് വലിയൊരു തന്ത്രമുണ്ട്, ഇറാൻ്റെ തന്ത്രം തന്നെയാണ്. ഇറാൻ്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ എന്തുവായാലും ഇറാൻ്റെ കൂടെ ഇല്ലെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ ലോകരാജ്യങ്ങളെ പ്രതിസന്ധിയിലാക്കണമെങ്കിൽ ലോകരാജ്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന എന്തെങ്കിലും കാര്യം ചെയ്യണമല്ലോ. നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാവണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലോട്ട് ഭക്ഷണം കഴിക്കാനുള്ള മാർഗ്ഗം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ക്രയവിക്രയങ്ങൾ നടക്കാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ വീട്ടിലോട്ടുള്ള പൈപ്പിലേയും പൊട്ടിച്ചാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്കിടെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പം ഈ സൂയസ് കനാലിലും അല്ലെങ്കിൽ ചെങ്കടലിലും ഒക്കെ ഈ കപ്പലുകളെ അവന്മാർ നേരത്തെ ആക്രമിച്ചു. അങ്ങനെ അവന്മാരുടെ വരുമാന മാർഗ്ഗം ഹൂത്തികളിൽ ആക്രമിച്ച് നമ്മൾ അവിടെ ഇറങ്ങി പറഞ്ഞ് ബോടാൻ്റെ പാടെന്ന് പറഞ്ഞപ്പോഴേ അത് പോയി നിന്ന്. ഇപ്പം വീണ്ടും അവന്മാർ ആക്രമിക്കുന്നു. ഇന്നും പറഞ്ഞാൽ ഇപ്പം ആക്രമിക്കാന്ന് പറയും. അമേരിക്ക നേരിട്ട് കയറി അടിക്കാൻ തുടങ്ങി. അമേരിക്ക ഹൂത്തികളെ തീർത്തടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അമേരിക്ക അടിക്കുന്നതിനകത്ത് ലോകരാജ്യങ്ങളിലെല്ലാം സപ്പോർട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇസ്രായേലിനെ സഹായിക്കുന്നതിൻ്റെ ഭാഗമാവുകയും ചെയ്യും. അപ്പം അതിനകത്ത് ലോകങ്ങളെല്ലാം എല്ലാവരുടെയും കപ്പൽ ആക്രമിക്കുക, ചൈനയുടെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ ആക്രമിക്കും. അപ്പം നാളെ കാലത്ത് ചിലപ്പോൾ ഇന്ത്യയും യുദ്ധത്തിന് തയ്യാറാവും, ചൈന എന്തിനാണെന്നറിയാം, ഹൂത്തികളെ അടിക്കുന്നതിന് തയ്യാറാവും ലോകത്തിൽ. അപ്പം ഇതിൻ്റെ എല്ലാം പ്രഭാവ കേന്ദ്രം നമ്മൾ പറയത്തില്ലേ, സൂര്യൻ്റെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാത്തിനും പറഞ്ഞ് പ്രഭാവ കേന്ദ്രം ഇറാനാണ്. അപ്പം ഈ 3 ഗ്രൂപ്പ്, ഏറ്റവും പ്രധാനപ്പെട്ട ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി. അപ്പം ഇതിനകത്ത് ഈ യുദ്ധം ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിൻ്റെ കൂടെ അമേരിക്കയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
ഇതിന് കാരണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പ്രധാനപ്പെട്ട ഡ്രോണുമാർ വെടിവെച്ചിട്ട് ഇത് നാട്ടിൽ മൊത്തം വിളിച്ച് പറഞ്ഞു ഞങ്ങൾ അമേരിക്ക ഡ്രോൺ വെടിവെച്ചിട്ട് എന്നില്ലേ ആദിവാസി പിള്ളേർ ഒവ്വാലിനെ വെടിവെച്ചിട്ട് എടുത്തുകൊണ്ട് പോകുന്നു മരുന്ന് അത് ഭയങ്കര നാണക്കേടായി. അമേരിക്കയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഈ പറഞ്ഞ ഈഗോ ഉള്ള നമ്മുടെ ഈ ചില ജാതികൾക്കുള്ള പോലെ നമ്പൂരിമാർക്ക് നായന്മാർക്കൊക്കെ ഈഗോ ഉണ്ടെന്ന് പറയത്തില്ല എന്ന് പറഞ്ഞാൽ ഈഗോ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവരുടെ ഒരു ഹൂത്തി എന്ന് പറഞ്ഞവരുടെ ഇവൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡ്രോൺ അടിച്ചിടുക പറഞ്ഞപ്പോൾ അമേരിക്ക അതും കൂടെ തീർത്തടിച്ചുകൊണ്ടിരിക്കുക. അതായത് ഈ യുദ്ധം ഇറാനിലേക്ക് ഹൂത്തികളുടെ അടുത്തേക്ക് പോകേണ്ടി വരത്തില്ലെന്ന് തോന്നുന്നു ഈ ഇസ്രായേൽ. അതിനു മുമ്പ് ഇസ്രായേൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ഒരു ഹൂത്തികളെ അടിച്ച് നിലംപരിശാക്കി. കാരണം ഈ സൂയസ് കനാലിൽ കൂടെയും ചെങ്കടലിൽ കൂടെയുള്ള കപ്പലിൻ്റെ ഇത് അല്ല, ഇന്ത്യ 3 പടക്കപ്പൽ ഇറാനിലോട്ട് വിട്ടിട്ടുണ്ടല്ലോ. അത് ഈ ഹൂതികളുടെ വെടി തീർക്കാനാണെന്നാണ് ഒരു അത് പല 2 പറയുന്നുണ്ട്. നമ്മുടെ ആൾക്കാരെ വേണ്ടി വന്നാൽ വിമാനത്തിൽ കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ല, കൊണ്ടുവരാൻ വേണ്ടി. പിന്നെ 3ാമതൊരു കാര്യം പറയുന്നുണ്ട്, അത്യാവശ്യം എണ്ണയൊക്കെ അവിടെ പടക്കം കിട്ടുമെങ്കിൽ മേടിച്ചു അല്ലെങ്കിൽ കുറച്ച് പ്രഷർ വരുമ്പോഴത്തേന് ഇറാനിൽ നിന്ന് എണ്ണ ഉണ്ടെങ്കിൽ 2 കപ്പ് എണ്ണയൊക്കെ കയറ്റി അല്ലെങ്കിൽ കൊണ്ടുവരാൻ വേണ്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ അവിടെ തുറമുഖം നമ്മളുടെ കാര്യത്തിൽ അവിടെ വികസിപ്പിച്ച് അതിൻ്റെ സംവിധാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഏറ്റവും ആദ്യമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ തുറമുഖത്തിൽ ഇന്ത്യയുടെ ഒരു കപ്പലും അല്ലെങ്കിൽ ഇന്ത്യൻ സംവിധാനങ്ങളും കിടന്നു കഴിഞ്ഞാൽ അത് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് കയറി അടിക്കത്തില്ല. അതായത് ഇത് നമ്മുടെ പ്രോപ്പർട്ടിയാണ്, ഇവിടെ ഒന്ന് ഒഴിച്ച് ബാക്കിയുള്ള കൈകാര്യം ചെയ്യണേ എന്നുള്ള രീതിയിലുള്ള ഒരു സാധനം അവിടെ ഇന്ത്യ കൊടുത്തേക്കുന്നത്. കാരണം നമ്മൾ കാശ് മുടക്കി ഇട്ടേക്കില്ലേ, യുദ്ധം കഴിഞ്ഞാൽ നമ്മുടെ സാധനം അവിടെ സേഫായിട്ട് കിടക്കണ്ടേ. അല്ലെങ്കിൽ നമുക്ക് ഇതുണ്ട്. അതുകൊണ്ട് ഇസ്രായേലിന് നമ്മളുമായിട്ടുള്ള ബന്ധം അറിയാമല്ലോ. ഇറാനുമായിട്ട് വ്യാപാര ബന്ധം അല്ലെങ്കിൽ ഈ പണ്ട് തൊട്ട് സുഹൃത്തുക്കളാണെങ്കിൽ അതിനപ്പുറം ഇസ്രായേലുമായിട്ടുള്ള ബന്ധം. ഇസ്രായേൽ ആദ്യമേ നമ്മുടേത് ആണെന്ന് പറയുമ്പോൾ അതിനകത്ത് അവർ ആലോചിച്ചതിന് ശേഷം ചെയ്യത്തുള്ളൂ. അതാണ് പ്രധാനമായിട്ടും നമ്മുടെ കപ്പലുകളോടെ കൊണ്ടിട്ടേക്കുന്നത്. 1-2-3 ഐഡിയാസ് ഉണ്ടാവും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയും. എന്തുമായാലും യുദ്ധം, ഭക്ഷ്യമേഖലയിലെ യുദ്ധം അമേരിക്കയും പങ്കാളിയായി തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് നമ്മൾ ഈ ടോക്കിൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. അതായത് യുദ്ധം, ഈ പങ്കാളിത്തം അമേരിക്ക ഏറ്റെടുക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ റഷ്യയും മറ്റ് രാജ്യങ്ങളും ഒക്കെ പ്രോക്സി ഗ്രൂപ്പിന് വേണ്ടി ഏറ്റെടുത്ത് തുടങ്ങിയാൽ, അല്ലെങ്കിൽ ഇറാനും ഇറാഖും അവിടെ പ്രോക്സി ഏറ്റെടുത്ത് തുടങ്ങിയ ലോക യുദ്ധത്തിലേക്കൊക്കെ പോകും. അതിനൊന്നുള്ള സാധ്യത പണ്ടത്തെ കൂട്ട് ഇന്ന് രാജ്യങ്ങൾ അതിന് ഏറ്റെടുത്ത് തുടങ്ങി എന്ന് പറയുമ്പോഴുണ്ടല്ലോ, അമേരിക്ക ഡയറക്റ്റായിട്ട് പറയുന്നില്ല ഞങ്ങളത് ഏറ്റെടുത്തു. അമേരിക്ക ഇപ്പോൾ ഇസ്രായേൽ ഒരു യുദ്ധം അടി നടത്തിയെന്ന് വിചാരിച്ചു. അടി നടത്തിയാൽ അമേരിക്ക ഇന്ന് വരുന്ന ആദ്യത്തെ പ്രസ്താവന എന്ന് പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു. ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങളോട് ഇസ്രായേൽ പറഞ്ഞില്ല എന്ന് പറയുന്നു. അതേസമയം അമേരിക്ക കഴിഞ്ഞ ദിവസം ഇസ്രായേലിനോട് പറഞ്ഞത് നിങ്ങൾ ആണവ നിലയങ്ങളും എണ്ണപ്പാടങ്ങളും ആക്രമിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ പറയുന്നു ഞങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അമേരിക്ക പറയും ഇത് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയും. പോരാത്തതിന് വേറൊരു കാര്യം പറയും, ഇതെല്ലാം അമേരിക്ക അറിഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. ഈവൻ ഇറാന് പോലും ഇസ്രായേലിലോട്ട് മെസ്സേജ് അയച്ചത് അമേരിക്ക അറിഞ്ഞിട്ടുണ്ട്. കാരണം അമേരിക്ക ഇറാനെ അറിയിച്ചിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. ജോ ബൈഡൻ ആ സമയത്ത് വൈറ്റ് ഹൗസിൽ ഇരുന്നത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഈ സന്ദീപാനഗിരിയുടെ ഈ വണ്ടി കത്തിക്കുന്ന മുമ്പേ അവിടെ കൈരളി പീപ്പിൾ എത്തിയതുപോലെ മിസൈൽ വിടുന്ന മുമ്പേ ജോ ബൈഡൻ അവിടെ വൈറ്റ് ഹൗസിൽ അടിയന്തര യോഗം ചേർന്ന് കഴിഞ്ഞു. ഇപ്പം മിസൈൽ വഴി നമുക്ക് അടിയന്തര പട്ടാളത്തിൻ്റെ ഡെസ്റ്റിനേഷൻ ഓഫ് കൊടുത്തു കഴിഞ്ഞു. കാരണം ഇപ്പം ഇറാനിലെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ ആണവ കേന്ദ്രങ്ങളുണ്ടല്ലോ, ആണവ ശാസ്ത്രജ്ഞന്മാരുണ്ട്. ഇവർക്ക് എപ്പോഴും ആണവായുധം വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി അതിന് തടസ്സം നിൽക്കുന്നത് ഇസ്രായേലാണ്. അമേരിക്കയുടെ സപ്പോർട്ടുമുണ്ട്. ഇപ്പോൾ ഈ നിങ്ങൾ കേൾക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ശരിക്കും വരുന്ന റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള നിലവിലുള്ള ശാസ്ത്രജ്ഞന്മാരെ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഈ ഒളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പറയുന്നത് എവിടെ കൊണ്ട് ഒളിപ്പിക്കുന്നതിന്, പക്ഷേ അവർക്കൊന്നും വിശ്വാസമില്ല. അവർക്കറിയാം ഇപ്പോൾ ഈ ഖുമേനി പാത്തിരുന്നില്ലേ, ഖുമേനി അവിടെ പാത്തിരിക്കുന്നതേ ഉള്ളൂ, ഖുമേനിക്കറിയാം അയാൾ അവിടെ ഇരിക്കുന്നതെന്ന്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുക നിങ്ങൾ എവിടെ ഇരുന്നാലും. ഇപ്പം അത് പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അവർ ഈ നാളെ എപ്പോഴാണ് യുദ്ധം തുടങ്ങുന്നതെന്നുള്ളതില്ല, യുദ്ധത്തിന് എന്തൊക്കെ ചെയ്യുമെന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞു. അവർ പറഞ്ഞല്ലോ ആണവ നില അടിക്കുമെന്ന്. പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, യുദ്ധ പ്രഖ്യാപനം നടത്തി കഴിഞ്ഞു. ആണവ നില അടിക്കും, പവർ സപ്ലൈ അടിക്കും, നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വ്യോമത്താവളങ്ങൾ അടിക്കും, അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, സെൽഫ് ഡിഫെൻസിന് വേണ്ടി ഇസ്രായേൽ അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേലിനെ അടിക്കാമെന്ന്. അതപ്പോൾ അമേരിക്കയ്ക്ക് പറഞ്ഞു നോക്കാം. അമേരിക്ക ഇപ്പം ഈ ഇലക്ഷൻ നടക്കുന്നുണ്ട്, ഇസ്രായേലിനെ തടയാനാവില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്രായേൽ തടയാനാവില്ല. അപ്പം ഞങ്ങൾക്ക് പോലും തടയാനാവില്ല എന്നുള്ള ധ്വനിയാണ്. മാത്രമല്ല ലോകരാജ്യങ്ങൾ മൊത്തവും ഈ നസറുള്ളയുടെ ഈ മരണത്തോടുകൂടി ലോകരാജ്യങ്ങളെല്ലാം അംഗീകാരമായി. കാരണം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഈ ലോകമൊക്കെ വേണ്ട എന്ന്, അല്ലെങ്കിൽ ഇവനെ ഇല്ലായ്മ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ആൾക്കാരെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ലോകത്തിൻ്റെ എല്ലാം സപ്പോർട്ടുണ്ട്. മാത്രവുമല്ല ഈ അറേബ്യൻ രാജ്യങ്ങളുടെ സപ്പോർട്ടുണ്ട്.
മാത്രം മൂന്നാമതൊരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അറേബ്യൻ രാജ്യങ്ങളിൽ സപ്പോർട്ടുണ്ട് ഉള്ളതുപോലെ തന്നെ ബാക്കി അവർ സപ്പോർട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല. അതേ രീതിയിൽ അമേരിക്ക എല്ലായിടത്തും ബേസ് ഉണ്ടാക്കി അവരവിടെ കയറിയിരിക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ധനുഷ് പറഞ്ഞതുപോലെ ഞങ്ങൾ യുദ്ധത്തിനില്ല. ഇപ്പം യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിന് വേണ്ടിയാണെന്ന് പറയുന്നില്ല. ഇവർ ഈ കപ്പലുകളെ ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ചെങ്കടലിൽ കപ്പലുകൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ഹൂതിയെ കൈകാര്യം ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ആവശ്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യുദ്ധത്തിലുണ്ട്, എന്നാൽ യുദ്ധത്തിലില്ല, അത്രേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.